ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതി മുതലാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി അറിയിച്ചു. പക്ഷേ ഇതുവരെ സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് വന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോ നാളെ രാവിലെയോ ആയിട്ട് നമുക്ക് HSCAP വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റുകൾ അവൈലബിൾ ആയിട്ട് വരും. നിലവിൽ മെറിറ്റ് സീറ്റിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് വാക്കൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റായിരിക്കും ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുക. അത് HSCAP വെബ്സൈറ്റിൽ തന്നെ വരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ആ വെബ്സൈറ്റിൽ കയറുക. അതിൽ സൈഡ് ബാറിൽ നോട്ടിഫിക്കേഷൻ്റെ സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് കാണാം സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് എന്ന് കാണാം. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് അല്ല, വാക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇനി സപ്ലിമെൻ്ററിയിലോട്ട് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ അപേക്ഷ നമ്മൾ പുതുക്കുന്ന സമയത്ത് ചില കുട്ടികൾ ചോദിച്ച ചോദ്യം, നമ്മുടെ ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡൊക്കെ മാറുമോ എന്നാണ്. അല്ല, നിലവിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപേക്ഷ പുതുക്കുന്നത്. അപ്പം ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിലാണ് നമ്മൾ നേരത്തെ നൽകിയ അപേക്ഷാ ഫോം തന്നെ ആയിരിക്കും, അതിൽ നമ്മൾ നൽകിയ ഡാറ്റകൾ തന്നെയായിരിക്കും അതിലുണ്ടാവുക. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നിങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്കൂളുകളും കോഴ്സുകളും ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, വാക്കൻസി നോക്കിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്നും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ വഴിയോ ഒക്കെയാണ് നിങ്ങൾ ഓൾറെഡി അപേക്ഷ കൊടുത്തതെങ്കിൽ സെയിം സെൻറ്ററിൽ പോവുക. എന്നിട്ട് ഇതേ ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് സ്കൂളുകളും കോഴ്സുകളും ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, വാക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡെമോ സഹിതം, ഒരു കൺഫ്യൂഷനും വേണ്ട. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഡെമോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും എങ്ങനെയാണ് സ്കൂളുകളും കോഴ്സുകളും കൊടുക്കേണ്ടത് എന്നുള്ളത്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ അവസരം കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് സീറ്റ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുക, അഡ്മിഷൻ കിട്ടാതിരിക്കുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലായിട്ട് ഏതെങ്കിലും രീതിയിൽ സപ്ലിമെൻ്ററിയിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക. ശേഷം ട്രാൻസ്ഫറൊക്കെ വരാണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളൊക്കെ മാറി പോവാം. അപ്പോൾ എങ്ങനെയെങ്കിലും ആയിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ വാക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റിൽ HSCAP വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ആ വാക്കൻസി നോക്കുക. അപ്പോൾ സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാൻ പറയും. ആ ജില്ല ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജില്ലയിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഓരോ സ്കൂളിലും ഓരോ കോഴ്സിനും ഏതൊക്കെ കാറ്റഗറിയിലുള്ള വാക്കൻസികളാണ് ഉള്ളത് എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ആ കാറ്റഗറി നോക്കി നിങ്ങളെ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ആ കാറ്റഗറിയിൽ ഏതൊക്കെ കോഴ്സിന്, സയൻസിന് വാക്കൻസി ഉണ്ടോ സയൻസ് ഓപ്ഷൻ വെക്കുക, കൊമേഴ്സിന് വാക്കൻസി ഉണ്ടോ കൊമേഴ്സ് ഓപ്ഷൻ വെക്കുക, ഹ്യൂമാനിറ്റീസിന് വാക്കൻസി ഉണ്ടോ ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ വെക്കുക. ഈ രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. മാക്സിമം കഴിയുന്ന ആളുകൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻസ്റ്റ ID വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് വീഡിയോകളും അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഞാനിവിടെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്കൂളുകളും കോഴ്സുകളും നമ്മൾ ഓപ്ഷനായിട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ സപ്ലിമെൻ്ററിയിൽ ഒരു എക്സാമ്പിളാണ്. സപ്ലിമെൻ്ററി ഇതുവരെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാണ്, സപ്ലിമെൻ്ററിയിൽ അപേക്ഷ പുതുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1, ഏറ്റവും ആദ്യമായിട്ട് ഒന്നാമതായിട്ട് ഞാൻ ഗവൺമെൻറ് HSS കണിയാമ്പറ്റ വയനാട് എന്ന സ്കൂളാണ് സെലക്ട് ചെയ്തത്. ഈ സ്കൂൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്കൂളാണ്, അവിടെയാണ് എനിക്ക് പഠിക്കാൻ താല്പര്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഈ ഒരു സ്കൂൾ വെച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സും ഒന്നാമതായിട്ട് നിങ്ങൾ കൊടുക്കുക. കാരണം ഒരുപാട് കുട്ടികൾ ഒന്നാമത്തെ ഓപ്ഷൻ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരു കുട്ടി മെസ്സേജാണ്, ഒന്നാമത്തെ ഓപ്ഷനാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, പക്ഷേ എനിക്ക് മാറണം, ഒരു വഴിയില്ല, ട്രാൻസ്ഫർ സാധ്യതയില്ല.
അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് വെക്കുന്ന സ്കൂൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളും അവിടെ വെക്കുന്ന കോഴ്സ് ഇഷ്ടപ്പെട്ട കോഴ്സും തന്നെ ആയിരിക്കണം ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് വെച്ചു. അവിടെ സയൻസിനാണ് ഞാൻ വെച്ചത്. ഞാൻ സ്കൂൾ വൈസ് വാക്കൻസി ഒക്കെ വന്നതിന് ശേഷം വാക്കൻസി ലിസ്റ്റ് നോക്കി, എന്നിട്ട് അതിൽ ഞാൻ OBC കാറ്റഗറിയാണ് എന്ന് വിചാരിക്കുക. OBC കാറ്റഗറിയിൽ അവിടെ സയൻസിനൊരു വാക്കൻസി ഉണ്ട്, ഒന്നല്ല കുറച്ച് വാക്കൻസി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് വെച്ചു. അവിടെ വാക്കൻസി ഉണ്ട് സയൻസിന്, സയൻസ് വെച്ചു. രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം മറ്റൊരു സ്കൂൾ. രണ്ടാമത് എനിക്ക് ഒന്നാമത് സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളൊരു സ്കൂൾ ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ് HSS പനമരം അടുത്തുള്ള സ്കൂളാണ്, പോയി വരാൻ സാധിക്കും. എനിക്കിഷ്ടപ്പെട്ട സ്കൂൾ തന്നെയാണ്, അവിടെ കിട്ടിയാലും എനിക്ക് പഠിക്കാൻ താല്പര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ആ സ്കൂൾ വെച്ചു. അവിടെ ഞാൻ എന്ത് ചെയ്തു, സയൻസിന് വാക്കൻസി ഉണ്ടോ നോക്കി, സയൻസിന് വാക്കൻസി ഉണ്ട്. അവിടെ ഞാൻ എന്ത് ചെയ്തു, സയൻസ് വെച്ചു. സയൻസിന് വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സയൻസിന് വാക്കൻസി ഇല്ലെങ്കിൽ അവിടെ വെക്കരുത്. വാക്കൻസി ഉള്ള സ്കൂളുകൾ മാത്രമേ വെക്കാവൂ. വാക്കൻസി ഇല്ലാത്ത സ്കൂളും കോഴ്സും നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആ സ്കൂളിൽ ഞാൻ സയൻസ് ഓപ്ഷനായിട്ട് വെച്ചു. വാക്കൻസി ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ വാക്കൻസി ഉണ്ട്, സയൻസ് ഞാൻ വെച്ചു. മൂന്നാമതായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടിലും കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമത് എനിക്ക് ഈ സ്കൂൾ, അതായത് വിജയ HSS പുൽപ്പള്ളി സ്കൂളിൽ ഞാൻ വെച്ചു. അവിടെ എനിക്ക് പഠിക്കാൻ താല്പര്യമാണ്. മൂന്നാമത് ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂൾ വെച്ചു. ആ സ്കൂളിലും സയൻസിന് വാക്കൻസി ഉണ്ട്, സയൻസ് വെച്ചു. കാരണം എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂള് കോഴ്സ് സയൻസ് ആണെങ്കിൽ ആ ഓപ്ഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വെച്ച് പോകണം. ഇനിയാണ് ബൈ ചാൻസ് മെത്തേഡ് നമ്മൾ പ്രയോഗിക്കുന്നത്. എങ്ങനെയാണ് ഈ ബൈ ചാൻസ് മെത്തേഡ് പ്രയോഗിക്കുന്നത്? എക്സാമ്പിൾ ഞാൻ 3 സ്കൂളേ വെച്ചിട്ടുള്ളൂ. 3 സ്കൂളൊന്നും പോരാ. മാക്സിമം നിങ്ങൾക്ക് എത്ര സ്കൂളുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്കൂളുകൾ ആഡ് ചെയ്യുക. പോയി വരാൻ പറ്റുന്ന ഒരു 1-2 ബസ്സിലും കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ 2 ബസ്സിലും കയറിയിട്ട് സ്കൂളിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് സ്കൂളിലെത്തും, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എത്ര മണിക്ക് വീട്ടിലെത്തും എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ആ സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ സ്കൂളുകൾ മൊത്തം നിങ്ങൾ വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു 3 സ്കൂൾ ഇവിടെ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചിട്ടാണ്. 3 സ്കൂൾ ഞാൻ വെച്ചു. 3 സ്കൂളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെയാണ്. ആ 3 സ്കൂളിൽ ഞാൻ എന്ത് ചെയ്തു, സയൻസിന് വാക്കൻസി ഉണ്ടോ നോക്കി, വാക്കൻസി ഉണ്ട്, ആ ഒരു സയൻസ് ഓപ്ഷനായിട്ട് വെച്ചു. ഇനിയാണ് ബൈ ചാൻസ്. 4ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നറിയോ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനായിട്ട് വെക്കുക. അപ്പം ഞാൻ 3 സ്കൂൾ വെച്ചു. ഇനി 4ാമതായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, ഒന്നാമത് വെച്ച സ്കൂളിൽ, അതായത് നിങ്ങൾ ഒരു 5 സ്കൂളാണ് വെച്ചത് എങ്കിൽ 5 സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം വെക്കുക. 6ാമത് എന്ത് ചെയ്യുക, നിങ്ങൾ ബൈ ചാൻസ് മെത്തേഡ് പ്രയോഗിക്കുക. അതായത് ആദ്യം വെച്ച സ്കൂളിൽ മറ്റേതെങ്കിലും കോഴ്സിന്, സയൻസിന് ഓൾറെഡി നമ്മൾ വെച്ചു, സയൻസ് അല്ലാത്ത മറ്റേതെങ്കിലും കോഴ്സിന്, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സിനോ വാക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ അതിൽ വാക്കൻസി ഉണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് ബൈ ചാൻസ് ആയിട്ട് അവിടെ വെക്കുക. എക്സാമ്പിൾ ഇപ്പം 3 സ്കൂൾ ഞാൻ വെച്ചു. 4ാമത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ 3 സ്കൂളിലെ പരമാവധി പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, 4ാമത് എന്ന ഓപ്ഷനിൽ 1ാമത് വെച്ച സ്കൂളിൽ സയൻസ് അല്ലാത്ത മറ്റേതെങ്കിലും കോഴ്സിന് വാക്കൻസി ഉണ്ടോ നോക്കി. അവിടെ കൊമേഴ്സിന് വാക്കൻസി ഇല്ല, ഹ്യൂമാനിറ്റീസിനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, 4ാമത്തെ ഓപ്ഷനിൽ 1ാമത് വെച്ച അതേ സ്കൂള് തന്നെ കൊമേഴ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തു, ഹ്യൂമാനിറ്റീസിൻ്റെ ഓപ്ഷൻ കൊടുത്തു. കൊമേഴ്സിന് വാക്കൻസി ഇല്ല എന്ന് വിചാരിക്കുക, ഹ്യൂമാനിറ്റീസിൻ്റെ ഓപ്ഷൻ കൊടുത്തു. 5ാമതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്നറിയോ, 2ാമത് വെച്ച സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ സയൻസ് അല്ലാത്ത മറ്റേതെങ്കിലും കോഴ്സിന് വാക്കൻസി ഉണ്ടോ നോക്കി. വാക്കൻസി ഉണ്ടെങ്കിൽ ഇനി അവിടെ കൊമേഴ്സിനാണ് വാക്കൻസി എന്ന് വിചാരിക്കുക, ഞാനവിടെ കൊമേഴ്സ് വെച്ചു. 6ാമതായിട്ട് ഞാൻ എന്ത് ചെയ്തു, 3ാമത് വെച്ച സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ സയൻസ് ഓൾറെഡി വെച്ചു, അതല്ലാത്ത മറ്റേതെങ്കിലും കോഴ്സിന് വാക്കൻസി ഉണ്ടോ നോക്കി. അവിടെ ഹ്യൂമാനിറ്റീസിന് വാക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്തു, അവിടെ ഹ്യൂമാനിറ്റീസ് വെച്ചു. ഇതാണ് ബൈ ചാൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ സ്കൂളുകളും കോഴ്സുകളും കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ, നമ്മുടെ അപേക്ഷയ്ക്ക് നമ്മൾ പുതുക്കി വെച്ചു, ഇവർ നമ്മുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ 1ാമത് വെച്ച സ്കൂൾ ആദ്യം വെരിഫൈ ചെയ്യും. നമ്മുടെ കാറ്റഗറി നോക്കിയിട്ട് അവർ നോക്കും. എന്നിട്ട് നമുക്കിവിടെ സയൻസിന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് 1ാമത് വെച്ച സ്കൂളിൽ തന്നെ സയൻസ് കിട്ടും.
ഇനി അത് നമ്മൾ എലിജിബിൾ അല്ല എന്ന് വിചാരിക്കുക, അത്ര ഒരു മാർക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് അവിടെ അഡ്മിഷൻ തരാൻ സാധിക്കില്ലെങ്കിൽ രണ്ടാമത് വെച്ച സ്കൂൾ ഏതാ നോക്കും. ആ സ്കൂളിലും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മൂന്നാമത് വെച്ച സ്കൂൾ ഏതാ നോക്കും. അങ്ങനെ 3 സ്കൂളിലും നമുക്ക് സാധ്യത ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ അവർ നോക്കും. അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ഒന്നാമത് വെച്ച സ്കൂളിൽ തന്നെ സയൻസിന് പകരം ഹ്യൂമാനിറ്റീസ് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് വെച്ചിരിക്കുന്നു. ഓക്കെ, ആ കുട്ടി ആ സ്കൂളിൽ കൊമേഴ്സിന് എലിജിബിളാണ്, ഹ്യൂമാനിറ്റീസിന് എലിജിബിളാണ്, ആ കുട്ടിക്ക് എന്നാൽ അവിടെ അഡ്മിഷൻ കൊടുക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ വെച്ച് അങ്ങനെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ സ്കൂൾ മാറേണ്ട ആവശ്യമില്ല, നമുക്കിനി കോഴ്സ് മാത്രം മാറിയാൽ മതി. ഈ രീതിയിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ലേ നമുക്ക് കിട്ടുക, ഇനി കോഴ്സ് മാത്രം മാറിയാൽ മതിയല്ലോ. അപ്പം നമുക്ക് സെയിം സ്കൂളിൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് സെയിം സ്കൂളിൽ തന്നെ, ഇപ്പം കിട്ടിയ സ്കൂളിൽ തന്നെ നമ്മൾ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ പരിഗണന കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കേണ്ടത്. ഓക്കെ, ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ആദ്യം വെക്കുക. ഒരു 5 സ്കൂളാണെങ്കിൽ 5 സ്കൂൾ ഇതേ രീതിയിൽ, ഞാൻ 3 വെച്ചിട്ടുള്ളൂ. ഒരു 5 സ്കൂളാണെങ്കിൽ 5 സ്കൂള്, 10 സ്കൂളാണെങ്കിൽ 10 സ്കൂൾ വെക്കുക. വെച്ചതിന് ശേഷം അതിൻ്റെ താഴെയുള്ള നമ്പർ ഓപ്ഷനായിട്ട് ആദ്യം വെച്ച സ്കൂളിൽ മറ്റൊരു കോഴ്സ് വെക്കുക, അതിൻ്റെ താഴെയുള്ള ഓപ്ഷനായിട്ട് രണ്ടാമത് വെച്ച സ്കൂളിൽ മറ്റൊരു കോഴ്സ് വെക്കുക. അങ്ങനെ വെച്ച് പോവാം. ഇനി ഒരു സ്കൂളിൽ 3 ഓപ്ഷനും ഉണ്ടോ, ആ 3 ഓപ്ഷനും താഴെയായിട്ട് വെക്കുക. എന്തായാലും ആദ്യത്തെ ഓപ്ഷനിൽ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും മാത്രമേ വെക്കാവൂ കേട്ടോ. ആദ്യത്തെ ഒരു 5 സ്കൂളാണെങ്കിൽ 5, 1, 2, 3, 4, 5ലും നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രമേ വെക്കാവൂ. അല്ലാതെ ചില കുട്ടികൾക്കുള്ള സംശയം, ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ വെച്ചു, രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് വെച്ചു, മൂന്നാമത്തെ ഓപ്ഷനിൽ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് വെച്ചു. ഈ രീതിയിൽ കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രീതിയിലും കൊടുക്കാം, ഓപ്ഷൻ നമുക്ക് ഏത് രീതിയിലും കൊടുക്കാം. പക്ഷെ നമുക്ക് കിട്ടാനുള്ള സാധ്യത പരമാവധി ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനീ പറഞ്ഞ മെത്തേഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തന്നെ ഏത് രീതിയിലും സ്കൂളും കോഴ്സും വെക്കാം. പക്ഷേ ഈ മെത്തേഡിൽ നിങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.